താനെന്താ അവിടെ നിൽക്കുന്നത്? പണിയൊന്നുമില്ലേ? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി? അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല സാർ. അതെന്താ? നാട്ടിലെ കാര്യം സാറിന് അറിയില്ല. താമസിച്ച അവരാ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. അല്ല, ഞാൻ അറിയാൻ വയ്യാന്നിട്ട് ചോദിക്കാം. നിന്റെ നാട്ടിൽ ഈ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ. അതല്ല. ഏതല്ല? അവളുടെ വിധി വേറെ കെട്ടിപ്പോനാണെ പോട്ടെ. മോഹിച്ച പെണ്ണെ കെട്ടാൻ പറ്റാത്തവരും വേറെ കല്യാണം കഴിച്ചിട്ടില്ലേ? സുഖമായിട്ട് ജീവിച്ചിട്ടില്ലേ? പക്ഷെ എന്റെ മീനാക്ഷി. നിന്റെ മീനാക്ഷി? അതവളുടെ പേര്. അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സാർ. അതിലും ഭേദം മരിക്കുന്നതാ. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് മോഹിച്ചു പോയി സാർ. എന്താടാ ഇത്? ഇങ്ങനെയാണോ ഡ്രിങ്ക് മിക്സ് ചെയ്യുന്നത്? ഇവിടെ സോഡ ഒരു ഒഴിച്ചു വെച്ചിരിക്കുന്നു. അതങ്ങനെ അവളെ ഇവിടെ സ്വപ്നം കണ്ടോട്ടല്ലേ ഓരോന്നും ചെയ്യുന്നേ. ഇഡിയറ്റ്. എന്താണ് ഒരു പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയില്ല നിനക്ക്? സാർ, നിന്റെ തെമ്മാടിത്തരം കുറെ കൂടുന്നുണ്ട്. പലരും കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം സഹിച്ചു. ഇനി പറ്റില്ല. ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കിനി വേണ്ട. അത് ഞാൻ വേറെ ആളെ ഏർപ്പാട് ചെയ്തു.